ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. AR ജീവിയുടെ സംവിധാനത്തിൽ അനുപമ പരമേശ്വരൻ നായികയെത്തിയ തമിഴ് ചിത്രമാണ് ലോക്ക്ഡൗൺ. സത്യം പറയാലോ, ആ ലോക്ക്ഡൗൺ ഡേയ്സ് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും അതൊരു വല്ലാത്ത ട്രോമ നൽകുന്ന മെമ്മറി ഡേയ്സ് ആയിരുന്നു കേട്ടോ. ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്രധാനമായ നടപടിയാണ്, അഭൂതപൂർവമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. കൊറോണ കഴിഞ്ഞോ അന്ന് തുടങ്ങിയതാ ഈ നശിച്ച മൂഞ്ചിക്കെട്ടിയ ജീവിതം. എന്താ ചെയ്യാ, ജീവിച്ചു തീർക്കല്ലാണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 2019 കോവിഡിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കുകയും ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 3ഓളം ഭാഷകളിൽ ഈ ഒരു സിനിമ ആമസോൺ വഴി ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സിനിമ മലയാളത്തിൽ ലഭ്യമല്ല. അധികമായി ആരും പറഞ്ഞു കേൾക്കാത്തതും എന്നാൽ കണ്ടവരുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സീരീസ് ആണ് ഫ്രം. Megan, what are you doing? You don't look like my grandma. She's not your grandma. I'm so lonely. Baby, please just... Maybe I can come in? പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരുക്കം ചില സീരീസുകളിൽ ഒന്നാണ് ഫ്രം. അപ്പോൾ 3 സീസണുകളായി പുറത്തു വന്ന ഈ ഒരു സീരീസിന്റെ 4ാമത്തെ സീസണിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോഴത്തെ കാത്തിരിപ്പിനെ വിരാമം വിട്ടുകൊണ്ട് സീരീസിന്റെ 4ാമത്തെ സീസൺ അടുത്ത മാസം, അതായത് ഏപ്രിൽ 19-ാം തീയതി ഈ ഒരു സീരീസിന്റെ 4ാമത്തെ സീസൺ ലോകമെമ്പാടുമായി OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സീരീസിന്റെ ഒരു ട്രെയിലറും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ലക്ഷ്മി ദീപ്തിയുടെ സംവിധാനത്തിൽ ഏതോ ഒരു ത്രിപാഠി നായകനായി എത്തിയ ഒരു 18+ സീരീസ് ആണ് വാനില ഐസ്ക്രീം. അപ്പോൾ കംപ്ലീറ്റ് അഡൾട്ട് ഡ്രാമ വിഭാഗത്തിലൊരുങ്ങിയ ഈ ഒരു സീരീസ് സിഗ്മ സീരീസ് വഴി ഇപ്പോഴല്ല കുറച്ച് അധികം ദിവസമായി റിലീസായിട്ട് നമ്മൾ ചെറുതായി ഒന്ന് ലേറ്റ് ആയി പോയി. ഏതായാലും വാനില ഐസ്ക്രീം എന്ന ഈ ഒരു സീരീസ് സിഗ്മ സീരീസ് വഴി 25 മിനിറ്റിനടുത്ത് ഡ്യൂറേഷൻ വരുന്ന ഫയല് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ തുടരുത്. ഒരു കാലത്ത് ദിലീപ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിലീപിനൊപ്പം ഇടം പിടിച്ചിരുന്ന ജനപ്രിയ നടനായിരുന്നു ജയറാം. അക്കാലത്തിലെ ജയറാം സിനിമ അതൊരു വല്ലാത്ത മനസ്സിനെ കുളിർമ നൽകുന്ന ഒരുപടി സിനിമകൾ. അത്തരത്തിൽ ജയറാം നായകനായി എത്തി പ്രജിത്തിന്റെ സംവിധാനത്തിലൊരുങ്ങിയ മലയാള ചിത്രമാണ് ആശകൾ 1000. ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിലൊരുങ്ങി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഈ ഒരു സിനിമയുടെ OTTയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ OTT അവകാശങ്ങൾ C5 ഇപ്പോഴത്തെ ഒഫീഷ്യലായി സ്വന്തമാക്കുകയും കൂടാതെ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മേ ബി ഒരു 1-2 വീക്കിനുള്ളിൽ തന്നെ അതും പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ ഈ മാസം അവസാനത്തോടെ തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാം. നമ്മുടെ മാർക്കോ മൂവിയിലെ വില്ലനില്ലേ, അതായത് മറ്റേ ആ വീട്ടിനുള്ളിൽ കയറി ഫുൾ അടിച്ച് തൂഫാനാക്കുന്ന ചങ്ങായി, അപ്പോൾ ആ ഒരു താരം പ്രധാന റോളിലെത്തിയ ഒരു മലയാളം സീരീസാണ് കാസർഗോഡ് എംബസി. സി നെറ്റ്വർക്കിന്റെ ബാനറിൽ ഒരുങ്ങിയ ഈ ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ഈ വരുന്ന ആഴ്ച, അതായത് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 20-ാം തീയതി വെള്ളിയാഴ്ച ഈ ഒരു സീരീസ് C5 വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കാം കാത്തിരിക്കാം സീരീസിനായി. കൂടാതെ ഇന്നും ഈ അടുത്തുമായി OTT റിലീസ് ആരംഭിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് നോക്കുക. ഒന്നാമത്തേത് ശുക്രൻ എന്നൊരു മലയാള ചിത്രം സൺനെക്സ്റ്റ് വഴി മലയാള ഭാഷയിൽ മാത്രം OTT റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് മരതം എന്ന ഏതോ ഒരു തമിഴ് ചിത്രം ഷോർട്ട് ഫ്ലിക്സ് എന്നൊരു OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്.